കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ന്യൂസിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് കൊൽക്കത്തയിൽ ഒരു ഡോക്ടറിന് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. എവിടെ നോക്കിയാലും ഈ ഒരു കാര്യം മാത്രമേ നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു കാര്യത്തെ സാധാരണഗതിയിലിരിക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇത് നടത്തിയത് ഒരു റേപ്പ് ആണെങ്കിൽ പോലും ഈ ഒരു റേപ്പ് നടത്തിയത് ഈ ഒരു കുട്ടിക്ക് ഒരു അവസ്ഥ വരാൻ കാരണം ഈ റേപ്പ് ചെയ്ത ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് നമ്മുടെ എൻ്റയർ സിസ്റ്റത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്ത് എന്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അവനെ കുറച്ച് അറസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അവനെ വിട്ടയക്കുന്ന അല്ലെങ്കിൽ ഒരു ജാമ്യമെടുത്ത് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലൊരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത്. ഈ ഗോവിന്ദചാമിക്ക് എന്താണ് ഉണ്ടായതെന്ന്, ഗോവിന്ദചാമി ഇതേപോലെ സൗമ്യയെ കൊലപ്പെടുത്തി, ഇതേപോലെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് കീഴ്ക്കോടതി ഇവന് വധശിക്ഷ കൊടുത്തു, ഹൈക്കോടതി കൊടുത്തു. അവസാനം അവൻ അപ്പീൽ ചെയ്തിട്ട് സുപ്രീം കോടതി ചെന്നപ്പോൾ പറയുന്നൊരു കാര്യമെന്നാൽ ഇവനെതിരെ കൊലപാതകം തെളിയിക്കാനുള്ള തെളിവില്ലെന്നാണ്. കൊലപാതകം തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ തൂക്കുകയറ് മാറ്റി ജീവപര്യന്തമാക്കി. കൊലപാതകം ചെയ്താൽ മാത്രമേ ഇവിടെ തൂക്കുകയറുള്ളൂ. ഒരു പെണ്ണിനെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചതിന് അല്ലെങ്കിൽ റേപ്പ് ചെയ്തതിന് ഇവിടെ നമ്മുടെ സിസ്റ്റത്തിന് ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം. ഈ ഒരു സംഭവം എന്തെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊൽക്കത്തയിലെ ഈ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ 31 ഇയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ കഴിഞ്ഞ 36 മണിക്കൂറായിട്ട് ഡ്യൂട്ടി ചെയ്യുകയാണ്. അത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സെമിനാർ ഹാളിൽ ഇരുന്ന് ഫുഡും കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഡ്യൂട്ടിയുടെ ഇടയിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ആ സെമിനാർ ഹാളിൽ ഇരുന്നു. ഒന്ന് മയങ്ങിപ്പോയി. അന്നേരം ഈ പറയുന്ന സിവിക്, അതായത് നമ്മുടെ ഇവിടെ ഹോം ഗാർഡ്, അതേപോലെ നിൽക്കുന്ന ഹോം ഗാർഡായിട്ട് ജോലിക്ക് കയറത്തില്ല, താൽക്കാലിക ജോലിക്ക്, അതേപോലെ ജോലിയുള്ള സിവിക് പോലീസായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്ന് അവനെ പറയാൻ പറ്റത്തില്ല, ഡെയിലി വേജസ് ഉള്ള ഒരുത്തൻ ആ ഒരു പെൺകുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചിരിക്കുക. ഇവൻ്റെ ജോലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് ബെഡ് റെഡിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുക, അതേപോലെ അവർക്ക് പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുക. ഇതിനൊക്കെ വേണ്ടി നിയമിച്ചിട്ടുള്ള ഒരുത്തനാണ് ഇവൻ. അന്നേ ദിവസം രാത്രിയിൽ അവിടെ ഉള്ളൊരു പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ, ബൈസ്റ്റാൻഡറും കൂടി അവിടെ പുറകിൽ പോയിരുന്ന് മദ്യപിക്കുകയാണ്. മദ്യപിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് അശ്ലീല വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം ഇതുവഴി വന്നു. ഈ സെമിനാർ ഹാളിൽ വന്നപ്പം പകുതി ഉറക്കത്തിലിരുന്ന് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവന് കാമഭ്രാന്ത് കയറിയതാണ്. അവൻ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു വളരെ മൃഗീയമായി. അത് സംസാരിക്കാൻ ഒച്ച വെക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തൊണ്ടയിൽ അതുപോലെ വായിലെല്ലാം കൂടി കുത്തിപ്പിടിച്ചു. തൊണ്ടയുടെ ഇവിടുത്തെ എല്ല് വരെ പൊട്ടിപ്പോയെന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അതുപോലെ അത് ഉപയോഗിച്ചിരുന്ന കണ്ണാടി പൊട്ടി അതിൻ്റെ കണ്ണിൽ തറച്ചു കയറി. മറ്റു പല ഭാഗങ്ങളിലും വളരെ മൃഗീയമായ രീതിയിൽ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. വലിയ ഇഞ്ചുറിയാണ് മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ചുണ്ടിലും മറ്റു പല ഭാഗത്തും. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് അവിടെ സാധാരണഗതിയിൽ സ്റ്റുഡൻസൊക്കെ വരുമ്പോൾ അവിടെ വരുന്ന സ്റ്റുഡൻസാണ് ഈ ഒരു ഡെഡ് ബോഡി, ഈ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്നത്. വളരെ വികൃതമായ രീതിയിൽ ഉപദ്രവിച്ച രീതിയിൽ, അതും അർത്ഥതജ്ഞയായിട്ട്. ഇവന് ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് അവിടെയുള്ള പോലീസിൻ്റെ റെസ്റ്റ് റൂമിൽ പോയി കിടന്നുറങ്ങി. ഈ പറയുന്ന ഡോക്ടറിന് അവിടെ ഉറങ്ങാനോ റെസ്റ്റ് എടുക്കാനോ സ്ഥലമില്ല. അവിടുത്തെ പ്രിൻസിപ്പൾ അന്ന് അവിടെ മാധ്യമങ്ങളോടും അവരോടും ചോദിച്ചത് എന്തിനാണ് ആ പെൺകുട്ടി ആ ഒരു സെമിനാർ ഹാളിൽ പോകേണ്ട കാര്യം എന്താണ്, ആ പുള്ളിക്കാരത്തേക്ക് അവിടെ പോയി ഇരിക്കേണ്ട കാര്യം എന്താണെന്നാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചോദിച്ചത്. ആ പ്രിൻസിപ്പാളിനെ അന്ന് 3 ദിവസത്തിന് ശേഷം രാജിവെക്കുകയുണ്ടായി. കാരണം കുട്ടികളുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ആ ഒരു പ്രിൻസിപ്പാളിനെ രാജിവെക്കേണ്ടതുണ്ടായിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം തന്നെ വേറൊരു കോളേജിൽ പ്രിൻസിപ്പാളായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണിത്. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ആകെ പ്രശ്നങ്ങളുണ്ടായി. പോലീസ് വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ആദ്യമേ ഒന്നും ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെയുള്ള CCTV നോക്കിയപ്പോൾ ഈ സെമിനാർ ഹാളിൽ CCTV കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന മറ്റ് CCTVകളിലെല്ലാം നോക്കുമ്പോൾ 4 മണിയായപ്പോഴത്തേക്കും 4 മണിയായപ്പോൾ ഈ ജോയി എന്ന് പറയുന്ന വ്യക്തി ആ സെമിനാർ ഹാളിൽ പോയതായിട്ട് തെളിവുണ്ട്. അവിടെ നിന്ന് തിരിച്ച് 4:45 കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി വരുന്നതിനും തെളിവുണ്ട്. പോയ സമയത്ത് ഈ ഇവൻ്റെ തോളത്തൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ അതില്ലായിരുന്നു. അത് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നെ അന്വേഷണം നടന്നത്. അങ്ങനെ സസ്പെക്റ്റ് ആയിട്ടുള്ളവരെ എല്ലാം, സംശയമുള്ളവരെ എല്ലാം പിടിച്ചിരുത്തി ചോദ്യം ചെയ്ത സമയത്ത് അതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഇവരുടെ എല്ലാവരുടെയും ബ്ലൂടൂത്തിൽ പെയർ ചെയ്യാൻ നോക്കി ഈ ഒരു ഹെഡ്സെറ്റ്. അന്നേരം ഇവൻ്റെ ഇതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ പെയർ ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായത് ഇവൻ തന്നെയാണ്
ഇതിൻ്റെ പ്രതിയെന്ന്. അങ്ങനെ ഇവൻ ഉറങ്ങുന്നിടത്ത് അവൻ്റെ റെസ്റ്റ് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ ഒരു ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്തും അതുപോലെ അവൻ്റെ ഷൂസിനകത്തും എല്ലാം രക്തക്കറയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ ചോദ്യം ചെയ്യൽ ആദ്യമൊക്കെ ഇവൻ വളരെ ഇതായിട്ട് തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചെങ്കിലും പിന്നീട് അവസാനം അവനത് സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ഇവൻ്റെ ഒരു ക്രിമിനൽ ഇത് എന്ന് നോക്കേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇതാണ് ഞാൻ പറയാൻ മെയിനായിട്ടുള്ള കാരണം. ആ പേടിയില്ല സിസ്റ്റത്തെ, നമ്മുടെ നിയമത്തെ പേടിയില്ല എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവാണ് ഇവൻ പറഞ്ഞത്. എന്നെ തൂക്കിക്കൊന്നുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അവനറിയാം അവനെ തൂക്കിക്കൊല്ലില്ലെന്ന്, അവനറിയാം അവനെ തൂക്കിക്കൊല്ലില്ല എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും അവനെ ജയിലിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ വലിയ രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. കാരണം ഡോക്ടേഴ്സും എല്ലാം കൂടി. കാരണം ഇപ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ അറിയാവുന്ന റീസെൻ്റായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെതിരെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു ക്രിമിനൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കുന്നത്. ഇവനെ ചെക്ക് ചെയ്യേണ്ടത് ഈ ഡോക്ടറാണ്. എന്ത് ധൈര്യത്തിൽ ചെക്ക് ചെയ്യും? ഇവൻ്റെ മാനസികമായി ഏത് രീതിയിലാണെന്ന് ആർക്കറിയാം? ഇവനെ ചെക്ക് ചെയ്യേണ്ടത് ഡോക്ടറാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സെക്യൂർ ആവണം, അവർക്ക് സേഫ്റ്റി വേണം. സേഫ്റ്റി ഇല്ലാത്ത ഒരു രീതിയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ വലിയ പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെട്ട് ഗവൺമെൻറ്റിനെതിരെയും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് CBI അന്വേഷണത്തിലോട്ട് ഹൈക്കോടതി ഇടപെട്ട് മാറ്റിയിട്ടുമുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്താണ് വരുന്നതെന്ന്.